Hi all, welcome to another section of our multimedia and animation online class. ഇന്ന് നമ്മൾ Adobe Photoshopലേക്ക് നമ്മൾ ഡയറക്റ്റ് കയറാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം വരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഗ്രാഫിക് ഡിസൈൻ എന്താണെന്ന് പഠിച്ചു. അതുപോലെ ജസ്റ്റ് ഞാൻ ഫോട്ടോഷോപ്പിനെ കുറിച്ച് ഒരു അവയർനെസ് തന്നു. അതുപോലെ നമ്മൾ അതിനകത്ത് യൂസിനെ കുറിച്ച് ടൈംസ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കവർ ചെയ്തു അല്ലേ. ഇന്ന് നമ്മൾ ഫോട്ടോഷോപ്പ് എന്നുള്ളൊരു സോഫ്റ്റ്വെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഡെസ്ക്ടോപ്പിൽ Adobe ഫോട്ടോഷോപ്പിന്റെ ആ ഒരു ഐക്കൺ ഉണ്ടാവും. ആ ഐക്കണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അനുസരിച്ചുള്ള മെനുവിൽ ചെല്ലുക. അവിടെ നമുക്ക് എന്തുണ്ട്? സ്റ്റാർട്ടിൽ നമുക്ക് Adobe ഫോട്ടോഷോപ്പ് കാണും. ഇതിപ്പം 2019 ഉണ്ട്. ഓക്കെ, അതേ ക്ലിക്ക് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡെസ്ക്ടോപ്പ് ഐക്കണിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡബിൾ ക്ലിക്ക് ചെയ്ത് ഫോട്ടോഷോപ്പ് എന്നുള്ള സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഇത് നമ്മുടെ ഫോട്ടോഷോപ്പിന്റെ ഒരു വെൽക്കം വിൻഡോ ആണ് അല്ലേ. ഇതിനകത്ത് നമുക്ക് കുറച്ച് കമാൻഡുകൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിന്റെ ഒരു ഇന്റർഫേസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. നമ്മൾ ഏതൊരു സോഫ്റ്റ്വെയർ പഠിക്കുമ്പോഴും നമ്മൾ അതിനകത്ത് ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിന്റെ യൂസർ ഇന്റർഫേസിനെ കുറിച്ചാണ് നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സോഫ്റ്റ്വെയറിന്റെ ഒക്കെയും യൂസർ ഇന്റർഫേസ് വളരെ ഈസി ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാം. കസ്റ്റമൈസ് ചെയ്യുക മീൻസ് നിങ്ങൾ ഒരു ഡിസൈനിങ് സ്ഥാപനത്തിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ, ഒരു ഡിസൈനിങ് ഫേമിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ആണെങ്കിൽ അവരെന്ത് ചെയ്യും? അവരുടെ വർക്ക് ഫ്ലോ വളരെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു എൻവയോൺമെന്റ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യും. അവരുടെ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ആ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ അവർ മൊത്തം കസ്റ്റമൈസ് ചെയ്യും. മീൻസ് അവരുടെ വർക്ക് വളരെ എളുപ്പത്തിൽ തീർക്കാനുള്ള ആ ഒരു ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ഇതിനകത്തുള്ള എലമെന്റുകൾ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിടും. അങ്ങനെ അറേഞ്ച് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് രണ്ടാമത് കയറി ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് യൂസർ ഇന്റർഫേസ് എന്താണെന്നോ അല്ലെങ്കിൽ അതിന്റെ എലമെന്റ് എന്താണെന്നോ അറിയില്ലെങ്കിൽ നമുക്ക് തിരിച്ചതിനെ ഒരു ഡിഫോൾട്ട് മോഡിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഏതൊരു സോഫ്റ്റ്വെയർ പഠിക്കുമ്പോഴും ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ആ സോഫ്റ്റ്വെയർ ഡയറക്റ്റ് ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യാനല്ല പഠിക്കേണ്ടത്. ആ ഒരു സോഫ്റ്റ്വെയറിന്റെ യൂസർ ഇന്റർഫേസ് നിങ്ങൾ എന്ത് ചെയ്യുക? എപ്പോഴും അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് Adobe ഫോട്ടോഷോപ്പിന്റെ യൂസർ ഇന്റർഫേസിനെ കുറിച്ചാണ്. അതായത് എലമെന്റ്സ് ഇൻ ഫോട്ടോഷോപ്പ് യൂസർ ഇന്റർഫേസ്. എന്തൊക്കെ എലമെന്റുകളാണെന്നുള്ളതാണ് ഞാൻ നിങ്ങളടുത്ത് പറയാൻ പോകുന്നത്. ഫോട്ടോഷോപ്പ് എവിടെ നിന്നാണ് ഓപ്പൺ ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അല്ല, ഒരു ഐക്കൺ ഉണ്ടാവും. ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിൻഡോ ഇതാണ്. ഇതൊരു വെൽക്കം വിൻഡോ ആണ്. ഡയറക്റ്റ് നമുക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇമേജ് കാര്യങ്ങളൊക്കെ ഈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആനിമേഷൻ എന്നുള്ള അടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇമേജ് ഓപ്പൺ ചെയ്ത് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്രിയേറ്റ് ന്യൂ ബട്ടൺ ഉണ്ട്. ക്രിയേറ്റ് ന്യൂ ബട്ടൺ എന്ന് പറയുന്നത് പുതിയൊരു ഡോക്യുമെന്റ് വിൻഡോ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ ആണ്. പിന്നെ വരുന്നത് നമുക്കിവിടെ ഓപ്പൺ ഉണ്ട്. ഓൾറെഡി നമ്മൾ ചെയ്തിട്ടേക്കുന്ന ഡോക്യുമെന്റ് നമുക്ക് എന്ത് ചെയ്യാം? ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഓപ്പൺ യൂസ് ചെയ്യാം. ദെൻ ഇവിടെ ഹോം മെനു ഉണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ് റൂം ഫോട്ടോസ് ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് നമുക്കൊരു ഫയൽ ഞാൻ ഇപ്പോൾ ഡയറക്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. നിങ്ങളിപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട. ഞാൻ ജസ്റ്റ് അതിൻ്റെ എലമെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോഷോപ്പിന്റെ യൂസർ ഇന്റർഫേസിനെ കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഡോക്യുമെന്റ് വിൻഡോ ഇവിടെ ആവശ്യം വരും. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ് വിൻഡോ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് കാണിച്ചു തരാം. ഇതുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു വിൻഡോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഓപ്പൺ ചെയ്യാം. അതുപോലെ നമുക്ക് ഇതൊക്കെ റോൾ ഔട്ട് ആണ് അല്ലേ. നമുക്ക് ഹൈഡ് ചെയ്യാം, അൺഹൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ആ വരുന്ന ഒരു അപ്പിയറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിന്റെ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത് അല്ലേ. ഇതിനകത്ത് ഞാൻ ഓരോന്നുമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം. ഫസ്റ്റ് എലമെന്റ് വന്നിട്ട് നമ്മുടെ മെനു ബാർ ആണ്. ഒരു സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും മുകളിൽ കാണുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെനു ബാർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഫയൽ മെനു ഉണ്ട്, എഡിറ്റ് മെനു ഉണ്ട്, ഇമേജ് മെനു ഉണ്ട്, ലെയർ മെനു ഉണ്ട്, ടൈപ്പ് മെനു ഉണ്ട്, സെലക്ട്, ഫിൽട്ടർ, 3D വ്യൂ, വിൻഡോ എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് മെനു ഉണ്ട്. ഈ മെനു എന്താണെന്നും മെനുവിനകത്തുള്ള കമാൻഡുകൾ എന്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകളിലൊക്കെ പറയുന്നുണ്ട്. ഫയൽ മെനു എന്ന് പറയുന്നത് അറിയാം അല്ലെ. ഫയൽ റിലേറ്റ് ചെയ്ത് വരുന്ന കമാൻഡുകളെല്ലാമാണ് എന്ത്? ഫയൽ മെനുവിനകത്ത് വരുന്നത്. എഡിറ്റ് മെനുവിൽ കട്ട്, കോപ്പി, പേസ്റ്റ്, റീഡ്, അൺഡു പോലുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളും കേട്ടോ. നമ്മുടെ യൂസർ ഇന്റർഫേസിനകത്ത് വരുന്ന ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? മെനു ബാർ ആണ്. ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും മുകളിൽ കാണുന്നതിനെ നമ്മൾ എന്ന് പറയുന്നത് മെനു ബാർ എന്ന് പറയുന്നത് അല്ലെ. യൂസർ ഇന്റർഫേസിലെ ഫസ്റ്റ് എലമെന്റ് മെനു ബാർ. അതിനകത്ത് പല മെനുസും ഉണ്ട്. ആ മെനുവിനകത്ത് തന്നെ എന്താണ്? എല്ലാ കമാൻഡുകളും ഉണ്ട് കേട്ടോ. ഓരോ മെനുവിനും അതിൻ്റെതായ കമാൻഡുകളും ഉണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് എലമെന്റിലേക്ക് പോകാം. സെക്കൻഡ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ ഓപ്ഷൻ ബാർ ആണ്. ഓപ്ഷൻ ബാർ. ഓക്കെ, നമ്മുടെ മെയിൻ മെനുവിന്റെ തൊട്ട് താഴെ കാണുന്ന ഈ കാണുന്ന ഒരു ഏരിയനെ നമ്മൾ എന്ത് പറയുന്നത്? ഓപ്ഷൻ ബാർ എന്നാണ് പറയുന്നത്.
ഈ ഓപ്ഷൻ ബാർ മീൻസ് നമ്മൾ എടുത്തിരിക്കുന്ന ടൂളിന്റെ സെറ്റിംഗ്സ് ആണ് എന്ത് ഓപ്ഷൻ ബാറിനകത്ത് വരുന്നത്. ഫോട്ടോഷോപ്പിനകത്ത് വർക്ക് മൊത്തം ചെയ്യുന്ന എന്താണ് പല ടൈപ്പ് ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ അവിടെ വർക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ടൂളുകളുടെയും സെറ്റിംഗ്സ് ആണ് സെക്കൻഡ് എലമെന്റ് ആയിട്ടുള്ള ഓപ്ഷൻ ബാറിനകത്ത് വരുന്നത്. ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ ബാർ. തേർഡ് എലമെന്റ് വന്നിട്ട് ഏതാണ്? നമ്മുടെ ടൂൾസ് അല്ലെ. ഇതാണ് നമ്മുടെ ടൂൾസ് എന്ന് പറയുന്നത്. ഫോട്ടോഷോപ്പിനകത്ത് ഒരു വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫുൾ ടൂളുകളും എന്തുണ്ട്? നമ്മുടെ ടൂൾ ബോക്സിനകത്തുണ്ട്. ഫോട്ടോഷോപ്പിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് എന്ത് ടൂൾ ബോക്സ് എടുക്കുന്നത്. ഫോർത്ത് എലമെന്റ് വന്നിട്ട് ഏതാണ്? നമ്മുടെ ഡോക്യുമെന്റ് വിൻഡോ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഡോക്യുമെന്റ് വിൻഡോ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് വർക്ക് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? നമുക്കൊരു ഡോക്യുമെന്റ് വേണം, അല്ലെങ്കിൽ നമ്മളൊരു ക്യാൻവാസ് വേണം. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു വിൻഡോ, അതിനെ നമ്മൾ എന്ന് പറയുന്നത് ഡോക്യുമെന്റ് വിൻഡോ എന്ന് പറയുന്നത്. ഡോക്യുമെന്റ് വിൻഡോയിൽ തന്നെ വരുന്ന ഒരു പോർഷൻ ആണ് നമ്മുടെ ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫയൽ നെയിം ആണ് അല്ലെ. നമ്മൾ വർക്ക് ചെയ്യുന്ന ഡോക്യുമെന്റിന്റെ പേര്, അതാണ് എന്ത് ടൈറ്റിൽ ബാറിനകത്ത് കാണിച്ചേക്കുന്നത്. പിന്നെ അതിന്റെ സൂം പെർസെന്റേജ്, ഇപ്പൊ നിലവിൽ ഡോക്യുമെന്റ് എത്ര പെർസെന്റേജ് സൂം ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം തൊട്ടപ്പുറം കാണിച്ചേക്കുന്നത് എന്താണ്? RGB അല്ലെ. ഈ RGB എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും പഠിച്ചായിരുന്നോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ. അതെന്താണ്? അതൊരു കളർ മോഡാണ് അല്ലെ. നിലവിൽ ഞാനിപ്പോൾ ഈ ഓപ്പൺ ചെയ്തേക്കുന്ന ഡോക്യുമെന്റ് എന്താണ്? RGB എന്ന് പറയുന്ന കളർ മോഡിലാണ് ഓപ്പൺ ചെയ്ത് വന്നേക്കുന്നത്. ദാറ്റ് മീൻസ് there are 3 channels, red, green and blue. Then കളർ ഡെപ്ത് ആണ് കാണിച്ചേക്കുന്നത്. 8-bit കളർ ഡെപ്തിലാണ് അത് വന്നേക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ഡോക്യുമെന്റ് വിൻഡോയിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ വരുന്ന ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാം അല്ലെ. ഇതെന്താണ്? ഇത് മിനിമൈസ് ബട്ടൺ ആണ്, ഇത് മാക്സിമൈസ് ബട്ടൺ ആണ്, ഇത് എന്താണ്? ക്ലോസ് ബട്ടൺ ആണ്. ഈ ഒരു ക്ലോസ് ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡോക്യുമെന്റ് എന്ത് ചെയ്യുന്നത്? ക്ലോസ് ചെയ്യുന്നത്. ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് ജസ്റ്റ് ആ ഡോക്യുമെന്റ് മാത്രമേ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഈ ഒരു സോഫ്റ്റ്വെയർ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ എന്തുണ്ട്? ക്ലോസ് ബട്ടണും മാക്സിമൈസ് ആൻഡ് റീസ്റ്റോർ ബട്ടൺ, ദെൻ മിനിമൈസ് ബട്ടൺ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് വിൻഡോസ് ബട്ടൺസ് ആണ് അല്ലെ. മിനിമൈസ്, മാക്സിമൈസ് ആൻഡ് ക്ലോസ്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് ഡോക്യുമെന്റ് വിൻഡോയുടെ എലിമെന്റുകൾ വരുന്നത്. ഇപ്പൊ നമ്മൾ എത്ര എലിമെന്റ് പഠിച്ചു? ഫസ്റ്റ് മെനു ബാർ പഠിച്ചു, സെക്കൻഡ് ഓപ്ഷൻ ബാർ പഠിച്ചു, തേർഡ് നമ്മൾ എന്ത് പഠിച്ചു? ടൂൾ ബോക്സ് അല്ലെങ്കിൽ ടൂൾസ് പഠിച്ചു. ദെൻ ഫോർത്ത് വൺ വന്നിട്ട് നമ്മൾ ഡോക്യുമെന്റ് വിൻഡോ പഠിച്ചു അല്ലെ. ഡോക്യുമെന്റ് വിൻഡോയ്ക്കകത്ത് പറയുന്ന കുറച്ച് എലിമെന്റുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി നെക്സ്റ്റ് വരുന്ന വിൻഡോ ഞാനൊരു ഓർഡറിലാണ് പറയുന്നത്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വളരെ കോമൺ ആയിട്ട് ആവശ്യം വരുന്ന കുറച്ച് കമാൻഡുകളുണ്ട്. അതിനനുസരിച്ചാണ് ഞാനിപ്പോൾ ഈ എലിമെന്റുകളുടെ ഓർഡർ ചെയ്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ വന്നിട്ടാണ് നമ്മുടെ ക്യാരക്ടർ വിൻഡോ എന്ന് പറയുന്നത്. ഈ കാണുന്ന ഏരിയയാണ് നമ്മുടെ ക്യാരക്ടർ വിൻഡോ എന്ന് പറയുന്നത് അല്ലെ. ഈ ക്യാരക്ടർ വിൻഡോ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. മീൻസ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റുകളെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്യാരക്ടർ വിൻഡോ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ടെക്സ്റ്റ് ഇല്ലാത്ത ഒരു എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോട്ടോ എഡിറ്റിംഗ് മാത്രമേ വരുന്നുള്ളൂ അല്ലെ. ബാക്കി എല്ലാത്തിനകത്ത് എന്തുണ്ട്? ടെക്സ്റ്റ് കാണും അല്ലെ. നമ്മൾ ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന വേർഡ്സ്, ലെറ്റേഴ്സ് എല്ലാം കാണും. ആ വരുന്ന വേർഡ്സ് അല്ലെങ്കിൽ ലെറ്ററുകളെയൊക്കെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഒരു ക്യാരക്ടർ വിൻഡോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഈ ക്യാരക്ടർ വിൻഡോനെ കുറിച്ചൊക്കെ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാം കേട്ടോ. പിന്നെ വരുന്ന എന്താണ്? പാരഗ്രാഫ് വിൻഡോ അല്ലെ. നമ്മൾ പാരഗ്രാഫ് ആയിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലും മാറ്റർ ഒക്കെ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പാരഗ്രാഫിന്റെ അലൈൻമെന്റ് ആണ് എന്താ? പാരഗ്രാഫ് വിൻഡോയിൽ വരുന്നത്. നിങ്ങൾ മൈക്രോസോഫ്റ്റ് വേർഡ് പഠിച്ചവർക്കെല്ലാം ഈ പാരഗ്രാഫ് വിൻഡോയ്ക്ക് എന്താണെന്ന് മനസ്സിലാവും. അതിനകത്ത് നമുക്ക് യൂസ് ചെയ്യുന്ന ഈ ഒരു അലൈൻമെന്റ് സെക്ഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു ക്യാരക്ടർ വിൻഡോ ആൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്ന എലമെന്റ് വരുന്നത്. അപ്പൊ നമ്മൾ അഞ്ചാമത്തെ എലമെന്റ് കഴിഞ്ഞു അല്ലെ. ഇനി സിക്സ്ത് എലമെന്റ് വന്നിട്ട് ഏതാണ്? നമ്മുടെ ലെയർ വിൻഡോ. ഈ കാണുന്നതിനെ നമ്മൾ എന്ന് പറയുന്നത് ലെയർ വിൻഡോ എന്ന് പറയുന്നത്. ലെയർ വിൻഡോ, ലെയറിന് നിങ്ങൾ ആദ്യമായിട്ട് വരും കേൾക്കുന്നത്. ലെയറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. നമ്മൾ വേറൊന്നുമല്ല, ലെയർ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ലെയർ എന്താണെന്നും ലെയർ എന്തിനാ യൂസ് ചെയ്യണമെന്നൊക്കെ ഇനി വരുന്ന സെക്ഷനിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം ആ ലെയറുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലെയർ വിൻഡോ അല്ലെ. ലെയറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെയറിൽ വർക്ക് ചെയ്യാൻ മീൻസ് ലെയറിനെ മോഡിഫൈ ചെയ്യാനും ലെയറിൻ്റെതായ കുറച്ച് പ്രോപ്പർട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മളിവിടെ ലെയർ വിൻഡോയിൽ നമ്മൾ ചെയ്യുന്നത്. നിങ്ങളിവിടെ നോക്കുവാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഫോൾട്ട് ലെയർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് ഈ ഒരു ഏരിയ കേട്ടോ. ഈ കാണുന്ന വൈറ്റ് ഏരിയ അതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയിട്ടും ക്രിയേറ്റ് ചെയ്ത് വരുന്ന ലെയർ ആണ് ബാക്ക്ഗ്രൗണ്ട് ലെയർ കേട്ടോ. ഇതാണ് നമ്മുടെ ലെയർ വിൻഡോ എന്ന് പറഞ്ഞ എലിമെന്റ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ കളർ വിൻഡോ. കളർ വിൻഡോ മീൻസ് നമ്മൾ കളേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കളർ വിൻഡോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വിൻഡോയാണ് കളറിനെ റിലേറ്റ് ചെയ്ത് വരുന്ന നെക്സ്റ്റ് വിൻഡോയാണ് സ്വാച്ചസ് എന്ന് പറയും.
സ്വാച്ചസ് മീൻസ് നമ്മൾ കുറച്ച് കളർ ലൈബ്രറീസ് ഉണ്ട്, നമ്മൾ കുറെ കളർ സ്വാച്ചുകൾ ഇതിനകത്ത് സേവ് ചെയ്തിട്ടുണ്ട് നമുക്ക് പിക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതിനെ നമ്മൾ സ്വാച്ചസ് എന്ന് പറയുന്നത്, സ്വാച്ചസ് വിൻഡോ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ Adobe Photoshopന്റെ യൂസർ ഇന്റർഫേസിൽ വരുന്ന എലമെന്റുകൾ എന്ന് പറയുന്നത് അല്ലേ. ഞാൻ ആദ്യം തൊട്ട് ജസ്റ്റ് ഒന്ന് പേര് മാത്രം ഒന്ന് പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് പഠിച്ചത് നമ്മുടെ മെനു ബാറിനകത്ത് കുറെ മെനുകളുണ്ട്. ആ മെനുവിനകത്ത് എല്ലാം എന്താണ് റെസ്പെക്റ്റീവ് കമാൻഡുകൾ വരുന്നുണ്ട്. സെക്കൻഡ് എലമെന്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്, ഓപ്ഷൻ ബാർ അല്ലെ. ഓപ്ഷൻ ബാർ എന്താണെന്ന് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ടൂളിന്റെ സെറ്റിംഗ്സ് ആണ് ഓപ്ഷൻ ബാറിനകത്ത് വരുന്നത്. തേർഡ് വൺ വന്നിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്, ടൂൾ ബോക്സ്. നമുക്ക് ഫോട്ടോഷോപ്പിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൂളുകളാണ് എന്തിനകത്ത് കിടക്കുന്നത്, ഈ ടൂൾ ബോക്സിനകത്ത് കിടക്കുന്നത്. ഫോർത്ത് വൺ വന്നിട്ട് നമ്മുടെ ഡോക്യുമെന്റ് വിൻഡോ, മീൻസ് നമുക്ക് വർക്ക് ചെയ്യേണ്ട വിൻഡോ. അതിനെ നമ്മൾ എന്ന് പറയുന്നത് ഡോക്യുമെന്റ് വിൻഡോ എന്ന് പറഞ്ഞു. ആ ഡോക്യുമെന്റ് വിൻഡോയിൽ ഡോക്യുമെന്റിന്റെ പേരുണ്ട്, അതിന്റെ സൂമിംഗ് പെർസെന്റേജ് ഉണ്ട്, ഏത് കളർ മോഡിലാണെന്നുണ്ട്, എത്ര ബിറ്റ് ഡെപ്തിലുള്ള ഇമേജ് ആണെന്നുള്ള അതിനകത്തുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഡോക്യുമെന്റ് വിൻഡോയ്ക്കകത്ത് നമ്മൾ പഠിച്ചായിരുന്നു. പിന്നെ ആ ഡോക്യുമെന്റ് വിൻഡോ മിനിമൈസ് ചെയ്യാനും മാക്സിമൈസ് ചെയ്യാനും ക്ലോസ് ചെയ്യാനും 3 ബട്ടൺസ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് എലമെന്റിലേക്ക് പോയി, ഏതാണ് നമ്മുടെ ക്യാരക്ടർ ആൻഡ് പാരഗ്രാഫ് വിൻഡോ എന്ന് പറയും അല്ലെ. ക്യാരക്ടർ വിൻഡോ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനും ടെക്സ്റ്റിന്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യാനും നമ്മൾ ക്യാരക്ടർ വിൻഡോ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാരഗ്രാഫ് വിൻഡോ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു പാരഗ്രാഫ് ആയിട്ട് മാറ്ററുകൾ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അലൈൻമെന്റ് ചെയ്യാനാണ് നമ്മൾ പാരഗ്രാഫ് വിൻഡോ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എലമെന്റിലേക്ക് പോയി, ഏതാണ് നമ്മുടെ ലെയർ വിൻഡോ എന്ന് പറയുന്ന വിൻഡോ. അതായത് ലെയറുകൾ ക്രിയേറ്റ് ചെയ്യാനും ലെയറുകളെ മോഡിഫൈ ചെയ്യാനുമാണ് ലെയർ വിൻഡോ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ നെക്സ്റ്റ് എലമെന്റ് പഠിച്ചത് ഏതാണ്, നമ്മുടെ കളർ വിൻഡോയാണ്. കളർ വിൻഡോ നമ്മൾ കളർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന നെക്സ്റ്റ് വിൻഡോയാണ് നമ്മുടെ സ്വാച്ചസ് വിൻഡോ എന്ന് പറയുന്നത്. നമ്മുടെ കുറെ കളർ ലൈബ്രറീസ്, കുറെ കളേഴ്സ് അവർ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ സ്വാച്ചസ് വിൻഡോ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം എലമെന്റുകളാണ് നമ്മൾ ഫോട്ടോഷോപ്പിന്റെ യൂസർ ഇന്റർഫേസിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഫോട്ടോഷോപ്പ് ക്ലോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ ഒരു ക്ലോസ് ബട്ടൺ ഉണ്ട്. ഈ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഫോട്ടോഷോപ്പ് എന്നുള്ള സോഫ്റ്റ്വെയർ നമുക്ക് ക്ലോസ് ചെയ്യാം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാക്സിമൈസ് ആൻഡ് റീസ്റ്റോർ ബട്ടൺ ഉണ്ട്. ഇതിപ്പോൾ റീസ്റ്റോർ ആണ്, മീൻസ് ഇതൊരു മാക്സിമൈസ് വിൻഡോ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ റീസ്റ്റോർ ബട്ടൺ ആണ് വന്നേക്കുന്നത്. അതിനുശേഷം ഇവിടെ എന്താണ് ഒരു മിനിമൈസ് ബട്ടണും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ യൂസർ ഇന്റർഫേസിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എലമെന്റുകൾ എന്ന് പറയുന്നത്. ഞാനിത് പറയാൻ കാരണം കണ്ടോ, എനിക്ക് ഈ കാണുന്ന വിൻഡോയ്ക്ക് എന്ത് ഈസി ആയിട്ട് ക്ലോസ് ചെയ്ത് കളയാം. അങ്ങനെ ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ലെയർ വിൻഡോയ്ക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ. അല്ലെങ്കിൽ അത് ഏത് വിൻഡോ ആണെന്നെങ്കിലും അറിഞ്ഞാലല്ലേ, ആ വിൻഡോയുടെ പേര് എന്താണെന്നെങ്കിലും അറിഞ്ഞാലല്ലേ നമുക്ക് ആ വിൻഡോസിനൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയാണ് ഞാൻ എന്ത് പറഞ്ഞത്, ഈ എലമെന്റുകളെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞത്. ഇപ്പൊ എനിക്ക് ഈ ഓപ്ഷൻ ബാർ വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നിങ്ങൾ എടുത്ത് മാറ്റിയിടാം. ഇതൊക്കെയാണ് നമ്മുടെ യൂസർ ഇന്റർഫേസിലെ എലമെന്റിനെ കുറിച്ച് പഠിച്ചാലുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ സെക്ഷൻ എന്തായിരുന്നു, ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ Adobe Photoshopന്റെ യൂസർ ഇന്റർഫേസിൽ വരുന്ന എലമെന്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിരുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.